നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ കടപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരിക്കലും കാണരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ചില മീനുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് ജപ്പാനീസുകളുടെ വിശ്വാസപ്രകാരമുള്ള കടലിൻ്റെ ആഴത്തട്ടിലുണ്ടാകുന്ന ഡൂംഡേ ഫിഷ്. അത് പുറത്തേക്ക് വരുന്നത് എന്തോ വലിയ ദുരന്തം കൊണ്ടുവരാനാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. സുനാമി പോലുള്ള ഭീകരമായിട്ടുള്ള പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ ആദ്യം പുറത്തെത്തുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തേക്ക് വരുന്ന ഒരു മീനാണത്. ആ മീനിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലോകം നശിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ആശങ്കകളുമാണ് പുറത്തേക്ക് വരുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മീനുകൾ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ വലിയ യുദ്ധ സന്നാഹവുമായിട്ട് എത്തുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന തീവെപ്പ്, തീ പൊട്ടിത്തെറി, അതൊക്കെ തന്നെ ഭൂമിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ, അത് ജനങ്ങളുടെ നാശത്തിലേക്ക് കാരണമാകും. സ്വാഭാവികമായിട്ടും ഒരു പ്രത്യാഘാതം ഉണ്ടാകും. പക്ഷേ അത് പ്രകൃതിയെയും വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ള ആശങ്ക പരത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മെക്സിക്കോയിലെ കാബോ സാൻ ലൂക്കാസ് ബീച്ചിൽ 2 ഓർഫിഷുകളെ കണ്ടെത്തിയതോടുകൂടെ ഇപ്പോൾ ആശങ്കകൾ വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓർഫിഷുകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുകയാണ്. ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഡൂംഡേ ഫിഷ് എന്നറിയപ്പെടുന്ന ഓർഫിഷുകളാണ് ഇപ്പോൾ പുറത്തേക്ക് കടലിന് മുകൾ വശത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ലോകാവസാനത്തിന്റെ ദുരന്ത മത്സ്യം എന്നറിയപ്പെടുന്ന ഈ മീനുകളെ കാണുന്നത് തന്നെ ഭയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടൽ തീരത്ത് തിളങ്ങുന്ന എന്തോ ഒന്ന് കണ്ടതിനു ശേഷം 2 സഹോദരിമാർ അതെന്താണ് എന്ന് പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ആ മീനുകൾ, ആ മത്സ്യങ്ങൾ കടൽ തീരത്തെ കടിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. മോണിക്ക പീറ്റിങ്ങറും സഹോദരിയും ചേർന്ന് ബീച്ചിൽ നടക്കുമ്പോഴാണ് കരയോട് ചേർന്ന വെള്ളത്തിൽ തിളങ്ങുന്ന രീതിയിലുള്ള 2 മത്സ്യങ്ങളെ കാണുന്നത്. ഏകദേശം 3000 അടി താഴ്ചയിൽ കഴിയുന്ന ഇവയെ ആഴം കുറഞ്ഞ ഭാഗത്ത് കണ്ടത് അത്ഭുതം ആദ്യമുണ്ടാക്കിയെങ്കിലും പിന്നീട് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. മീനുകളുടെ വേദന കണ്ട് സഹിക്കാനാകാതെ മോണിക്കയുടെ സഹോദരി അവയെ തിരികെ കടലിലേക്ക് വിടാൻ ശ്രമിച്ചുവെങ്കിലും അങ്ങനെ ഒന്നിനെ കടലിലേക്ക് വിടുമ്പോഴും അത് വീണ്ടും പുറം കടലിലേക്ക് തന്നെ വരുന്ന രീതിയിലാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ കടലിന്റെ ആഴത്തട്ടിൽ എന്തോ വലിയ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതമാണോ എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു മീനുകളുടെ സാന്നിധ്യം അടക്കം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ജപ്പാനീസ് ഐതിഹ്യപ്രകാരം ഭൂകമ്പങ്ങൾക്കും സുനാമികൾക്കും മുൻപ് ഇത്തരത്തിൽ ആഴക്കടലുകളിൽ നിന്ന് ജീവികൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പതിവാണ്. ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള പല സുനാമി സമയത്തും സുനാമി ഉണ്ടാകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള മത്സ്യങ്ങളെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള പ്രധാന കാരണമായിട്ട് ജപ്പാനീസ് സമൂഹം പറയുന്നത്. ഭൂമിക്കടിയിലെ പ്രകമ്പനങ്ങൾ അത് തിരിച്ചറിയാൻ ഇത്തരം മീനുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ അത്തരം പ്രകമ്പനങ്ങൾ, അവയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ സ്വയം മരണപ്പെടുന്ന രീതിയിലേക്ക് കടലിന്റെ ആഴത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ശാസ്ത്രീയപരമായിട്ട് വ്യക്തമാകുന്നത്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇത്തരം മത്സ്യങ്ങൾ കരയ്ക്കടിയുന്നതും പ്രകൃതി ദുരന്തങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല. തെളിവുകളില്ല എങ്കിൽ പോലും ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും അതീവ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ 2 ജീവികൾ, ആ മത്സ്യങ്ങൾ ഇപ്പോൾ കടലിന്റെ വശത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട സാഹചര്യമായിട്ട് മാറിയിരിക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഒരു വശത്ത് ഇത്തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും കാണുമ്പോഴും മറുവശത്ത് യുദ്ധം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്നിപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ സംഘർഷം വലിയ രീതിയിൽ ആഴത്തിൽ ആവാൻ പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നിലവിൽ സംഘർഷം ഇനിയും നീളാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇറാനിൽ സഖ്യസേന ആക്രമണം കടുപ്പിച്ചെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ സംഘം നിൽക്കുന്നുണ്ട്. സംഘർഷം ഇതോടുകൂടെ ഏകദേശം 12 ദിവസത്തിനപ്പുറത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക
തുടരുകയാണ്. ഇറാന്റെ ആകാശത്തും കടലിലും ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും എന്നുള്ളതാണ്. ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ പുതിയ ആക്രമണ പരമ്പരയാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും സ്ഫോടനങ്ങൾ അതിശക്തമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പതിനായിരങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ അഭയം തേടിയെങ്കിലും അവർക്ക് വലിയ പ്രതിസന്ധികളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ധന സംഭരണശാലകൾക്ക് നേരെ അടക്കം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യാപകമായിട്ടുള്ള മലിനീകരണം അടക്കം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രകൃതി ദുരന്തത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുമുണ്ട്. പാർപ്പിട സമുച്ചയത്തിന് നേരെ അടക്കമുള്ള ആക്രമണങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നു. അതേസമയം ഇസ്രയേൽ അമേരിക്ക ആക്രമണങ്ങൾക്ക് മിസൈൽ ആക്രമണത്തിലൂടെ തിരിച്ചടി നൽകാനുള്ള തീരുമാനം, അതിന്റെ നടപടികൾ അതിലൂടെ കടന്നുപോകുകയാണ് ഇറാൻ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സെൻട്രൽ ഇസ്രയേലിലേക്ക് മിസൈലുകൾ പായുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നുണ്ട്. ബഹ്റൈനിലും ഇറാഖി ഖുർദിസ്ഥാനിലും അടക്കമുള്ള US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ വിപ്ലവ സേന ആക്രമണം നടത്തിയെന്നാണ് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ പടക്കപ്പലുകൾ മുക്കിയത് ക്ഷമിക്കില്ല എന്നും രക്ഷാപ്രവർത്തനമടക്കം തടഞ്ഞ അമേരിക്ക കാണിച്ച തീരുമാനം അത് നാസിസത്തേക്കാൾ അപ്പുറത്തേക്കാണ് എന്നുമൊക്കെയുള്ള രീതിയിലാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം നേരിടാൻ യുക്രൈൻ സേന എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ ഡ്രോണുകളെ നേരിടാൻ യുക്രൈൻ സൈനിക വിദഗ്ധർ ഗൾഫിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന് സമീപം മൈനുകൾ സ്ഥാപിക്കുന്ന 16 ഇറാനിയൻ കപ്പലുകൾ US സേന തടഞ്ഞു കഴിഞ്ഞു. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിക്കുന്ന മൈനുകൾ ഉടനടി നീക്കം ചെയ്യണമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം ഗൾഫ് ജനവാസ മേഖലകളും റിഫൈനറികളും ലക്ഷ്യമിട്ട ഇറാൻ ആക്രമണം തുടരുന്നുമുണ്ട്. 9ഓളം ഡ്രോണുകൾ പതിച്ചതിനെ തുടർന്ന് 2ഓളം മനുഷ്യർ ജീവൻ നഷ്ടപ്പെട്ട രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് UAE ഈ അടുത്തായിട്ട് സ്ഥിരീകരിക്കുന്നു. ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ പാർപ്പിട സമുച്ചയത്തിന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണം, ഇറാനിയൻ ആക്രമണത്തിൽ 29 വയസ്സുകാരി അടക്കം 8 പേർക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 29 വയസ്സുകാരി മരണപ്പെട്ടു, ബാക്കി 8ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തേക്ക് വരുന്നു. കടലിടുക്കിൽ മൈനുകൾ കണ്ടെത്തിയതിനെ തുടർന്നുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി എത്തിയിരിക്കുന്നത്. സുപ്രധാനമായിട്ടുള്ള ഈ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും സമാനതകളില്ലാത്ത സൈനിക നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മൈനുകൾ സ്ഥാപിക്കുകയോ അത് നീക്കം ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം സമാനതകളില്ലാത്തതായിരിക്കും എന്നുള്ളതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഇറാൻ സ്ഥാപിക്കാൻ സാധ്യതയുള്ള മൈനുകൾ അവർ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ആ രാജ്യത്തിന് തന്നെ ശരിയായ ചുവടുവെപ്പായിരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിയായിട്ട് മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളും ബോട്ടുകൾ തകർക്കാൻ, മയക്കുമരുന്ന് കടത്തുകാരെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഉപയോഗപ്പെടുത്തുമെന്നുമാണ് അദ്ദേഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ വളരെ ക്രൂരമായിട്ട് ഉള്ള പ്രതികരണമായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ള ഒരു അറിയിപ്പും ട്രംപ് നൽകുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് പരമ്പരാഗത നാവികസേനയോടൊപ്പം ഉൾക്കടലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് വരുന്നത്. ഉൾക്കടലിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകളെയും ടാങ്കറുകളെയും ആക്രമിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു വശത്ത് നിന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ പ്രസിഡന്റുമായി പുടിൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. യുദ്ധം തുടങ്ങിയ ശേഷം 2ാം വട്ടമാണ് ഇവർ തമ്മിൽ ഫോണിലൂടെ ഒരു സംഭാഷണം ഉണ്ടാകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന യുദ്ധ സാഹചര്യം പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ധന വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളെ
സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രവാസികളെ സംബന്ധിച്ച ഈ വിമാന ടിക്കറ്റുകളൊക്കെ വർദ്ധിക്കുന്നു, ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എങ്ങനെ നാട്ടിലേക്ക് എത്തണം എന്നുള്ള ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ എത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോഴാണ് പറയുന്നത് പോലെ പ്രകൃതിയും ചില മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യുദ്ധം ഈ തരത്തിൽ കനക്കുകയാണെങ്കിൽ ലോകം തന്നെ നാശത്തിന്റെ വക്കിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇത് എന്നാണ് വിദഗ്ധർ പറയുന്ന അഭിപ്രായം. എന്തായാലും വളരെ ആശങ്കകളോടെയാണ് ആ രണ്ട് മത്സ്യങ്ങളെ ഇപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. എന്ത് ദുരന്തത്തിന്റെ സൂചനയാണ് നിലവിൽ യുദ്ധം എന്ന് പറയുന്ന മഹാമാരി, യുദ്ധം എന്ന് പറയുന്ന ആ വലിയ ദുരന്തം, അതിനെ എങ്ങനെ സ്വീകരിക്കണം അല്ലെങ്കിൽ അതെങ്ങനെയാണ് മറികടക്കുക എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ഈ പറയുന്നത് പോലെ പ്രകൃതിയും നൽകുന്ന ചില മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ അധികം ആശങ്കകളോടെയാണ് ഈ ഓർഫിഷുകളെ കണ്ടതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.